ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡെയിം ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാതെ എടുത്തു തുടങ്ങിയ വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ലെങ്ത് കൂടി പോയിട്ടാണ് ഞാൻ ഷോർട്സിനാണ് എടുത്തത്. പിന്നെ ഞാനോടത്ത് എന്നാൽ ലോങ് വീഡിയോ അയക്കളാന്ന് ഓർത്തുട്ടാ. ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ കപ്പ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കപ്പയും പോട്ടിയ ഒരു കോമ്പോ ഭയങ്കര ഇഷ്ടമാണ്. ഈവനിങ് അപ്പോൾ നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ കപ്പയും പൊട്ടി സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ വേറെ എടുത്തിട്ടില്ല. അത് ഇനി ഒരിക്കലും ചെയ്യുമ്പോഴത്തേക്കും കാണിക്കാം കേട്ടോ. ഞാൻ എപ്പോൾ വാതിൽ തുറന്നാലും അപ്പോഴത്തേക്ക് ഇത് ഓടി വരും കേട്ടോ. ആ വാതിൽ തുറക്കുമ്പോഴത്തേക്ക് അവൾക്ക് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചെന്ന് വീഴാനുള്ള പരിപാടിയിലാണ്. അതുകൊണ്ട് ഞാൻ അവളെ കാണുമ്പോൾ തന്നെ വാതിലടച്ചു കളയുവേ. ഞങ്ങളപ്പോൾ ഒരു വൈകിട്ട് 4 മണിക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളത് എക്സ്റേ എടുക്കുന്ന ലാബിൽ പോകാൻ വേണ്ടി നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങളത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ. തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറൊരു ചേട്ടനുണ്ടായിരുന്നു. പിന്നെ ആ പുള്ളിയും പുറത്തേക്ക് പോയി. അപ്പോൾ അമ്മ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് മുട്ടിന് തേയ്മാനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മൈൽഡായിട്ടേ ഉള്ളൂ. എങ്കിൽ സ്റ്റാർട്ടിങ് ആയിട്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാമല്ലോ. ആ ഒരു ഇതിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ എക്സ്റേ എടുത്ത് കൺഫേം ചെയ്യണമായിരുന്നു. അങ്ങനെ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതുസ് വന്നപ്പോൾ തന്നെ അവൾ ഓടി നടക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്. അവൾക്ക് പിന്നെ ഇങ്ങനെയാണ്, എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. ആളിതേ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ഡോറിൻ്റെ അവിടേക്ക് പോയി നിൽക്കുന്നുണ്ട്. ഇതിവിടെ കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ ഇതിവിടെ വന്നിട്ട്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടും. കാരണം ഇവിടെ അങ്ങനെ ഒരു എക്സ്റേ എടുക്കാനായിട്ടുള്ള സംഭവം ഇല്ലായിരുന്നു. നമുക്ക് ലാബും ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിലും എക്സ്റേ എടുക്കാനായിട്ടുള്ള സജ്ജീകരണം കുറവായിരുന്നു. പിന്നെ റിസൾട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അധികം സമയം എടുത്തില്ല. ഒരു 10-15 മിനിറ്റുള്ളിൽ നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ ഒരു ബേബി ഷോപ്പിൽ പോയിട്ടാ. ഇത് ഞങ്ങളുടെ അടുത്തുള്ള തന്നെ ബേബി ഷോപ്പാണ്, മെലോഡീസ് എന്ന് പറഞ്ഞിട്ട്. നല്ല അടിപൊളി ഷോപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർവ്വ സാധനങ്ങളുണ്ട് കേട്ടോ. A to Z കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങളത് അവിടെ വന്നതാണ്. ഈ ദിവസത്തിന് ഓണമൊക്കെ ആയതുകൊണ്ട് അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് അവിടെ അധികം സമയം നിന്നില്ല കേട്ടോ. പിന്നെ കൂടുതൽ സമയം അവിടെ നിന്നാലും പിന്നെ അവിടെ നിന്ന് അവിടെ എല്ലാം പെറുക്കിക്കൊണ്ട് വരും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ എളുപ്പം വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഈ ദിവസത്തിന് വന്ന പാടെ തന്നെ മേലൊക്കെ കഴിച്ചെടുത്തോട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ സന്ധ്യ ആകുമ്പോൾ കുളിപ്പിക്കും. അങ്ങനെ മേലൊക്കെ കഴിച്ച് ആളതേ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ പൗഡറായിട്ട് ഇരുന്ന് കളിക്കുവാണ്. ഇവൾക്ക് പൗഡറൊക്കെ കണ്ടാൽ ഇങ്ങനെ കൊട്ടിക്കളയെ അതിങ്ങനെ ചൊരിഞ്ഞിടുകയൊക്കെ ചെയ്യട്ടെ. അങ്ങനെ അത് അവിടെ നിന്ന് എടുത്തിട്ട് അവളുടെ മുഖത്തൊക്കെ തേച്ച് വെച്ചിട്ട് പിന്നെ കുറേയൊക്കെ കാലിലും തലയിലും ഒക്കെ ഇടട്ടോ പൗഡർ. ഇവളുടെ കളി കാണുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ ഇത് ഇപ്പോൾ ചൂടുകുരു അവളുടെ ദേഹത്തുണ്ട് കേട്ടോ. നല്ലപോലെ അവൾക്ക് പെട്ടെന്ന് ശരീരം ചൂട് നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ശരീരമാണല്ലോ, ഒരു ബോഡിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾക്ക് അത്യാവശ്യം ചൂടൂരും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നൈറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ ചോറ് സ്കിപ്പ് ചെയ്തിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രയുണ്ട് ഗായ്സ്, ബൈ.